ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലുമൊക്കെ പറയടോ, ഇങ്ങനെ എപ്പോഴും സ്റ്റില്ലായിട്ടിരിക്കാതെ. ഇതിന് റിസൾട്ട് ഒന്നുമില്ലേ? ഞാൻ എന്ത് മിണ്ടാനാ രോഹൻ? എനിക്ക് രോഹനോട് എന്തെങ്കിലും ഇന്റിമസി തോന്നിയാലല്ലേ മിണ്ടാനാവൂ. ഇന്റിമസി ഞാൻ ഉണ്ടാക്കി തരാം. അതിനല്ലേ നിന്നെയും കൊണ്ട് ഞാൻ പോകുന്നത്. ഇവിടെ താലി ചേർത്താവുള്ളവനും അവന്റെ അമ്മയും കൂടെ ഉള്ളപ്പോ അവര് പോയിട്ട് വിട്ടെ. മോൾ എന്തിനാ മടിക്കുന്നത്? ഇനി മുതൽ ഞാനല്ലേ മോളുടെ അമ്മ. മേഡം. ഹലോ മേഡം. രാജു, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? റോഹനും അവന്റെ അമ്മയും കൂടെ വന്ന് മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയെന്നോ? എവിടേക്ക്? അവരുടെ കുടുംബക്ഷേത്രത്തിലേക്കാന്നാ പറഞ്ഞേ. പ്രതാപേട്ടന് അനുവാദം വാങ്ങിയിട്ടാ കൊണ്ടുപോയെ. പക്ഷേ റോഹൻ ഒരു ഫ്രോഡാ. അതാ എനിക്ക് ടെൻഷൻ. ഇന്നലെ അവൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യമൊക്കെ രാജു അറിഞ്ഞില്ലേ? അറിഞ്ഞു മേഡം. എനിക്ക് ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു രാജു. രാജു ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ രാജു ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആ റോഹന്റെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് മാഡത്തിന് അറിയാമോ? ആ അറിയാം രാജു. ആ ചെങ്കുളം അതിരാണിക്കുന്ന് നരസിംഹസ്വാമി ക്ഷേത്രം. ആ അറിയാം മേഡം. ഞാൻ അവിടെ വരെ പോവാം. മാഡം ഫോൺ വെച്ചോ. ശരി രാജു. എന്റെ കല്യാണത്തിന് മുമ്പേ 42 ദിവസം തുടർച്ചയായിട്ടായിരുന്നു ക്ഷേത്ര ദർശനവും ചില ദിവസങ്ങളിലുള്ള ഉപവാസ പ്രാർത്ഥനയും. നിർമാല്യത്തിന് നട തുറക്കുമ്പോഴേ ഞാൻ അമ്പലത്തിലാ. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കും. ആന്റി കൂടെ വന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ ബോറിന്റെ വാചകോടി സഹിക്കേണ്ടി വന്നേനെ. നല്ല ഭർത്താവിനെ കിട്ടാനും നല്ല കുടുംബജീവിതം ഉണ്ടാവാനും ഉമാമഹേശ്വരന്മാരെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. മോളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല ആന്റി. ഏയ് ആന്റിയല്ല കേട്ടോ, അമ്മ. റോഹൻ മോളെ കല്യാണം കഴിക്കുന്നതോടെ ഞാൻ മോളുടെ അമ്മയാ. അത് മറക്കരുത്. അല്ല, അമ്മയ്ക്ക് ഇവിടെ അല്ലേ ഇറങ്ങണ്ടേ? ആ അതെ അതെ. ആന്റി ഇവിടെ ഇറങ്ങുവാണോ? ഇവിടെ അടുത്ത എന്റെ അനിയത്തിയുടെ വീട്. ഇന്നവളുടെ പിറന്നാളാ. എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോയി തൊഴുതിട്ട് വാ. ശരി മോളെ. അമ്മ പോട്ടെ. നമ്മളിങ്ങനെ രണ്ടുപേരും മാത്രം പോകുന്നില്ല എന്റെ ഒരു രസം. ഈ ലോകത്ത് ഞാനും എന്റെ ഹൃദയം മാത്രം. എന്താ അങ്ങനെ പോരെ? എന്താ ഹൃദയം മിണ്ടാതിരിക്കുന്നത്?
ഞാനെന്ത് മിണ്ടാനാ? എന്താ ഋതിക ഇങ്ങനെ? ആ, ഇനി മുതൽ നമ്മുടെ അങ്ങോട്ടുള്ള ലൈഫിൽ ഞാൻ ഋതികയെ മാത്രമേ ഉള്ളൂ. ഇത് എന്തൊരു സ്വഭാവമാണോ? എന്ത്? ഇങ്ങനെ എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറയടോ, ഇങ്ങനെ എപ്പോഴും സ്റ്റില്ലായിട്ടിരിക്കാതെ. ഇതിന് റിസൾട്ട് ഒന്നുമില്ലേ? ഞാൻ എന്ത് മിണ്ടാനാ റോഹൻ? എനിക്ക് റോഹനോട് എന്തെങ്കിലും ഇന്റിമസി തോന്നിയാലല്ലേ മിണ്ടാനാവൂ. ഇന്റിമസി ഞാൻ ഉണ്ടാക്കി തരാം. അതിനല്ലേ നിന്നെയും കൊണ്ട് ഞാൻ പോകുന്നത്. തനിക്ക് എന്നോട് അല്പം പിണക്കമുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ ഞാൻ തന്നോട് അങ്ങനെ പെരുമാറിയത് വളരെ മോശമായെന്ന് എനിക്കറിയാം. സോറിയടോ, ഐ ആം എക്സ്ട്രീംലി സോറി. താനത് വർമ്മേങ്കലിനോട് പറയുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ താൻ പറഞ്ഞില്ല. താങ്ക്സ്. എനിക്കറിയാം താനത് വർമ്മേങ്കലിനോട് പറയാത്തത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതിഷ്ടം കൊണ്ടൊന്നുമല്ല, എന്റെ മാന്യത കൊണ്ടാ. ആ രാജു നിന്റെ മനസ്സിൽ നിറയെ, അതെനിക്കറിയാം. അതിന് പകരം വീട്ടാനാ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇന്നു മുതല് എന്നേക്കുമായി നീ എന്റേതാകും. ഞാൻ എന്റേതാക്കും. അവരോട് എന്നെ വിളിക്കാൻ പറയും. ശരി സാർ. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി. പ്രതാപേട്ട, ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ യാമിനി? എന്താന്ന് വെച്ചാ പറയേ. പറയ് യാമിനി. പ്രതാപേട്ട, ഞാൻ പറയുന്നത് അവിവേകാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇതിനെന്തിനാ ഇത്രയും മുഹോര? യാമിനി എനിക്ക് അറിയാവുന്നല്ലേ. വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നീ സംസാരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കേൾക്കട്ടെ, എന്താ യാമിനിക്ക് എന്നോട് പറയാനുള്ളത്? മോതിരം മാറിയിട്ടില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ല. ഏട്ടനൊരു വാക്ക് പറഞ്ഞു എന്നല്ലാതെ ഋതുമോളുടെ കല്യാണത്തിന്റെ ഒരു കാര്യവും മുന്നോട്ട് പോയിട്ടുമില്ല. എടാ ദീപകേ, എന്താ? നോവിനാലേ